പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. നമ്മൾ പരിശുദ്ധ അമ്മയെ കൂടുതൽ ആഴത്തിൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള 7 ദിവസങ്ങളിലെ രണ്ടാമത്തെ ദിവസമാണ്. അതായത് നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 ദിവസത്തെ ഒരുക്കത്തിലെ 21ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ കടക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അതിശക്തമായി ആവസിക്കുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. സുവിശേഷത്തിൻ ദൂതുവിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു. മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. സുവിശേഷത്തിൻ ദൂതുവിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു. മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 21ാമത്തെ ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലൂക്കാസ് വിശേഷത്തിൻ്റെ 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനം നമുക്ക് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ.
ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ഹല്ലേലൂയാ. മാലാഖ വന്ന് പരിശുദ്ധ അമ്മയോട് മംഗളവാർത്ത അറിയിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. രക്ഷയുടെ ആരംഭ വചസ്സുകളാണിവ. രക്ഷ ആരംഭിക്കുമ്പോൾ ദൈവം ലോകത്തോട് സംസാരിച്ച ആരംഭ വാക്കുകളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ എന്തുകൊണ്ടാണ് ഈ ദൂതൻ്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഈ വാക്കുകൾ മാലാഖ പറഞ്ഞതും എലിസബത്ത് പറഞ്ഞതും എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? അതിൻ്റെ കാരണം ഇതാണ്, അത് രക്ഷയുടെ ആരംഭ വാക്കുകളാണ്. അത് രക്ഷ ആരംഭിക്കാൻ ഈ ലോകത്തിലേക്ക് ദൈവം ഉച്ചരിച്ച ആദ്യത്തെ വാക്കുകളാണ്. ആദ്യത്തെ വാക്കുകൾ ഉൽപ്പത്തി തന്നെ ഉണ്ട്. ഉൽപ്പത്തി 3:15 എന്താണ്? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അപ്പോൾ ആ അത് നിറവേറുന്ന പുതിയ നിയമം ആരംഭിക്കുമ്പോൾ അത് നിറവേറാനായി ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണത്. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത്, ഈ വാക്കുകൾ സാത്താൻ്റെ തല തകർത്ത വാക്കുകളാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കുക, അവൻ നിന്റെ തല തകർക്കും. ആ സ്ത്രീയുടെ സന്തതി തല തകർക്കാനായി സ്ത്രീയിൽ നിന്ന് ജാതനാകുന്ന ദൈവപുത്രനെ സംബന്ധിച്ച് അരുളി ചെയ്യപ്പെട്ട ഈ വാക്കുകൾ, രക്ഷയുടെ ആരംഭ വാക്കുകൾ, സാത്താൻ്റെ തല തകർക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് ഇത് ചൊല്ലിക്കാതിരിക്കാൻ സാത്താൻ പരമാവധി പരിശ്രമിക്കുന്നത്. ഇത് വെറുതെ ചൊല്ലിയാൽ മതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങ് എന്ന് പറയുമ്പോൾ എത്രയോ അനുഭവങ്ങളാണ്, പൈശാചിക സ്വാധീനങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാറിപ്പോകുന്നു. ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ വളരെ മടുത്ത്, വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ മടുത്ത് തളർന്ന് ഒക്കെ ഇരിക്കുമ്പോൾ ഒട്ടും ഒരു കൃപയിലല്ല എന്ന് നമ്മൾ തോന്നുമ്പോഴൊക്കെ, എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോൾ ആത്മാവ് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ആ പരിശുദ്ധാത്മാവ് നിറയുന്നത് ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോൾ. ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണ് ദൈവസാന്നിധ്യം നിറയുന്നത്. അനുഭവിച്ചിട്ടില്ലേ? അത് ഓരോ കൊന്ത ചൊല്ലി കഴിയുമ്പോഴും ആ ഹോളി സ്പിരിറ്റിൻ്റെ പവർ വ്യാപരിക്കുകയാണ്. നമുക്കത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയാം. എത്രയോ മനുഷ്യർ, അതായത് ഒരുപാട് ജപമാല ചൊല്ലുന്ന ആളുകളില്ലേ, വലിയ കൃപയാണതെല്ലാം, വലിയ കൃപ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. വിശുദ്ധ ലൂയി മോൺഫോർട്ടിൻ്റെ ഗ്രന്ഥമാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അവലംബമാക്കുന്ന, ആധാരമാക്കുന്ന ഗ്രന്ഥം. അതിൽ നിന്ന് ഞാൻ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് വായിച്ച് വിശദീകരിച്ച് പോകുന്നത്. ഇനി ലൂയി മോൺഫോർട്ടിൻ്റെ ഗ്രന്ഥത്തിലെ 8ാമത്തെ പാരഗ്രാഫിൽ, 8ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയും, നഭോമണ്ഡലത്തിൻ്റെ അത്യുച്ചിയിലും ആഴങ്ങളുടെ അഗാധത്തിലും സകലതും മറിയത്തെ പ്രഘോഷിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. 9 വൃന്ദം മാലാഖമാരും എല്ലാ യുഗങ്ങളിലെയും മാനവരാശി മുഴുവനും, സ്ത്രീയും പുരുഷനും മതങ്ങളും വ്യവസ്ഥിതിയും നല്ലതും ചീത്തയും ദുഷ്ടാരൂപികൾ പോലും, നല്ല മനസ്സോടെ അല്ലാതെയോ എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ വേണ്ടിയാണെങ്കിലും ദുഷ്ടാരൂപികൾ പോലും ഈ അമ്മയുടെ പേര് ഉച്ചരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ബഹുമാനിക്കാത്തവർ തെറി പറയാൻ വേണ്ടിയാണെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും അമ്മയുടെ പേര് ഉപയോഗിക്കുന്നുണ്ട്. നല്ല മനസ്സോടെ അല്ലാതെയോ മറിയത്തെ അനുഗ്രഹീത എന്ന് വിളിക്കുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം വിശുദ്ധ ബൊനവഞ്ചർ എന്ന് പറയുന്ന വിശുദ്ധൻ പറയുകയാണ്. വിശുദ്ധ ബൊനവഞ്ചർ പറയുകയാണ്, സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരും അവിരാമം നിരന്തരമായി പരിശുദ്ധ അമ്മയെ, മറിയത്തെ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധയായ മറിയമേ, ദൈവാംബികയെ, കന്യകയെ എന്നിടപെടാതെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബൊനവഞ്ചർ പറയുകയാണ്. വിശുദ്ധ ബൊനവഞ്ചർ പറയുകയാണ്, ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ പാടി സ്തുതിക്കുന്നത് പോലെ മാലാഖമാര്
നിരന്തരമായി പരിശുദ്ധ അമ്മയെ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധയായ മറിയമേ, ദൈവാംബികയെ, കന്യകയെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലുത്തിനിയ ചൊല്ലുമ്പോൾ ചൊല്ലുന്ന പോലെ മാലാഖമാര് ഈ പരിശുദ്ധ അമ്മയെ അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓരോ ദിവസവും മാലാഖമാർ അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാലാഖ വന്ന് നൽകിയ അഭിവാദനം ഉണ്ടല്ലോ, ഏതാ? കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, ആ അഭിവാദനം. അപ്പൊ എല്ലാ മാലാഖമാരും ഓരോ ദിവസവും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മറിയമേ സ്വസ്തി എന്ന മാലാഖയുടെ അഭിവാദ്യം കോടാനുകോടി തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറഞ്ഞില്ലേ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന്? അത് ഒരു തവണ ചരിത്രത്തിലെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ഒരു തവണ മാത്രം ആവർത്തിക്കപ്പെട്ടതല്ലെന്ന്. സ്വർഗത്തിൽ സ്വർഗീയ രാജ്ഞിയായി, ത്രിലോക രാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ട് വാഴുന്ന പരിശുദ്ധ കന്യകാ മറിയത്തെ, മാലാഖമാരുടെ രാജ്ഞിയായ മറിയത്തെ ആ മാലാഖാവൃന്ദം നിരന്തരമായി പരിശുദ്ധേ, ദൈവാംബികേ, കന്യകയെ, മാതാവേ എന്ന് വിളിച്ച് കോടാനുകോടി തവണ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് അവളെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. വിശുദ്ധ ആഗസ്തീനോസ് പറയുകയാണ്, സ്വർഗീയ സൈന്യങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മീഖായേൽ പോലും, സ്വർഗീയ സൈന്യങ്ങളുടെ മാലാഖമാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മീഖായേൽ പോലും ഏറ്റവും തീക്ഷ്ണതയോടെ അമ്മയെ ബഹുമാനിക്കുകയാണ്, മറ്റുള്ളവരെ കൊണ്ട് ബഹുമാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അവളുടെ ദാസരെ ശുശ്രൂഷിക്കാനുള്ള നിർദ്ദേശം കൊണ്ട് എന്നെ ബഹുമാനിക്കണേ എന്ന മട്ടിൽ മീഖായേൽ ആകാംക്ഷയോടെ മറിയത്തിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പറയണം പോയി ആ ആളെ സഹായിക്കുക എന്ന് പറയുമ്പോൾ മീഖായേലിന് അതൊരു ബഹുമാനമാണ്. അപ്പം അങ്ങനെ അമ്മയുടെ വിശ്വസ്ത സേവകരെ സഹായിക്കാൻ എന്നോട് പറയണേ എന്ന് യാചിച്ചുകൊണ്ട് മീഖായേൽ ഒരു വിശ്വസ്ത സേവകനായി ആകാംക്ഷയോടെ മറിയത്തിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണെന്ന് വിശുദ്ധ ആഗസ്തീനോസ് പറയുകയാണ്, സെയിൻറ്റ് അഗസ്റ്റിൻ പറയുകയാണ്. ഇനി വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ് ഒരു ഇൻഫർമേഷൻ, നല്ലൊരു ഇൻഫർമേഷനാണ്. അവളുടെ മഹത്വം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ക്രൈസ്തവ ജനപദങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളുടെയും പ്രവിശ്യകളുടെയും രൂപതകളുടെയും നഗരങ്ങളുടെയും രക്ഷാധികാരം മറിയത്തിന് നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ധ്യാനകേന്ദ്രം കർമ്മല മാതാവിൻ്റെ മൗണ്ട് കാർമൽ, അപ്പോൾ അത് അമ്മയ്ക്ക് അതിൻ്റെ ആ ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചു. അതുപോലെ രാജ്യങ്ങൾ, നഗരങ്ങൾ, പ്രവിശ്യകൾ, രൂപതകൾ, പള്ളികൾ, പല കത്തീഡ്രലുകളും അവൾക്ക് പ്രതിഷ്ഠിതമാണ്. മാതാവിൻ്റെ അൾത്താരയില്ലാത്ത ഒറ്റ ദേവാലയം പോലുമില്ല. അവളുടെ അത്ഭുതകരമായ തിരുസ്വരൂപമില്ലാത്ത രാജ്യങ്ങളില്ല. പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് എങ്ങനെ? നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകി യോഹന്നാനും, അല്ലേ? പരിശുദ്ധ മലങ്കര കുർബാന ആരംഭിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ്. മലങ്കര പള്ളികളിലെ അൾത്താരകളിൽ ഇടതുവശത്ത് പരിശുദ്ധ മാതാവിന് പ്രതിഷ്ഠിതമായ അൾത്താരയാണ്, വലതുവശത്ത് സ്നാപയോഹന്നാന് പ്രതിഷ്ഠിതമായ അൾത്താരയാണ്. അപ്പോൾ ആരാധനയിൽ, ഓരോ ആരാധനയിലും അമ്മ ബഹുമാനിക്കപ്പെടുന്നു. അവരുടെ അത്ഭുതകരമായ തിരുസ്വരൂപമില്ലാത്ത രാജ്യങ്ങളില്ല, പ്രവിശ്യകളില്ല. അവിടെ എല്ലാം തിന്മകൾ അകന്നു പോകുന്നു, നന്മകൾ വർഷിക്കപ്പെടുന്നു. ഇനി അവളുടെ നാമത്തിൽ രൂപം കൊണ്ടിട്ടുള്ള സംഘടനകളും കോൺഗ്രിഗേഷനുകളും ആർക്കെണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും? അവളുടെ നാമത്തിനും സംരക്ഷണത്തിനും എത്രയെത്ര സന്യാസ സഭകളാണുള്ളത്. ഇവയിലൊക്കെ എത്രയെത്ര അംഗങ്ങളാണ് അവളുടെ സ്തുതികളും കാരുണ്യങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്തത് ഒന്ന് ശ്രദ്ധിച്ചേ. ഒറ്റ ശിശുവെങ്കിലും, ഒരു കുഞ്ഞെങ്കിലും തങ്ങളുടെ അവ്യക്തമായ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയിലൂടെ അവളെ പ്രകീർത്തിക്കാത്തതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ കുറയ്ക്കാത്ത പിള്ളേര്, ശരിക്കും വർത്തമാനം പറയാത്ത കുഞ്ഞുങ്ങൾ എത്രയോ പേരാണ്. ഇവിടെ വിശുദ്ധ ലൂയി മോൺഫോർട്ട് വിശുദ്ധം പറയുകയാണ്, എത്രയോ കുഞ്ഞുങ്ങളാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന് തങ്ങളുടെ ഉറയ്ക്കാത്ത നാവ് കൊണ്ട് അവരുടെ നാമം പ്രകീർത്തിക്കുന്നത്. അവരുടെ പ്രത്യാശയുടെ മിന്നലൊള്ളി കടന്നു ചെല്ലാത്ത ഒറ്റ പാപി പോലുമില്ല. നരകപ്പിശാചികൾ പോലും അവളെ ഭയപ്പെടുന്നു. എല്ലാറ്റിലും അവസാനമായി വിശുദ്ധാത്മാക്കളോട് ചേർന്ന് നമുക്ക് വിലപിക്കാം, മറിയത്തെക്കുറിച്ച് ഒരിക്കലും തൃപ്തിയായി എന്നൊന്നില്ല. എന്ന് പറഞ്ഞാൽ പറഞ്ഞ് തൃപ്തിയായിട്ടില്ല, കേട്ട് തൃപ്തിയായിട്ടില്ല,
പാടി തൃപ്തിയായിട്ടില്ല, ശുശ്രൂഷിച്ച് തൃപ്തിയായിട്ടില്ല, സ്നേഹിച്ച് തൃപ്തിയായിട്ടില്ല. മറിയത്തെ കുറിച്ച് തൃപ്തിയായി എന്ന് ഈ ലോകത്തിന് പറയാൻ പറ്റില്ല. ഒരിക്കലും വറ്റാത്ത യാക്കോബിൻ്റെ കിണറാണ് മറിയം. ഒരിക്കലും വറ്റാത്ത യാക്കോബിൻ്റെ കിണറാണ് മറിയം. നാം ഇനിയും അവളെ സ്തുതിച്ചിട്ടില്ല, പ്രശംസിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. നമ്മൾ കൊടുത്തിട്ടുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്തുതിയും ബഹുമാനവും സ്നേഹവും ശുശ്രൂഷയും അമ്മ ഇനിയും അർഹിക്കുന്നു. നമ്മുടെ കേരള സഭയിലെ ഒരു പിതാവ് പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വൈറ്റ് ലേഡി, ഒരു വെള്ളക്കാരിയായ സ്ത്രീ ഇരിക്കുകയാണ് പ്ലെയിനിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം വൈദികനാണെന്ന് മനസ്സിലായി, പക്ഷെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ട് അവർ കുറേ മണിക്കൂറുകൾ യാത്രയാണ്. ആ യാത്രയിൽ അവർ ചോദിച്ചു, ആർ യു എ കാത്തലിക് പ്രീസ്റ്റ്? കാത്തലിക് പ്രീസ്റ്റ് ആണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഐ ഡിറ്റസ്റ്റ് കാത്തലിക്സ്, എനിക്ക് കാത്തലിക്സിനെ ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇഷ്ടമല്ലെങ്കിൽ? അപ്പോൾ അദ്ദേഹം അങ്ങനെ ഓക്കെ, ഇഷ്ടമല്ല, ഓക്കെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് കാത്തലിക്സിനോട് വിരോധം വരാൻ കാരണം? എന്താണ് ആ വിരോധത്തിൻ്റെ കാരണം? ഉടനെ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് സ്ത്രീകളോട് ഒരു ബഹുമാനമില്ല. നിങ്ങളുടെ പുരോഹിതന്മാരെല്ലാം പുരുഷന്മാരാണ്, നിങ്ങളുടെ സഭ ഭരിക്കുന്നത് പുരുഷന്മാരാണ്. യു ഡോണ്ട് റെസ്പെക്ട് വിമൻ. യു കാത്തലിക്സ്, യു ഡോണ്ട് റെസ്പെക്ട് വിമൻ. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, തെറ്റി, റോങ്. ദ ഇൻഫർമേഷൻ യു ഗ്യാതേർഡ് ഈസ് റോങ്. തെറ്റാണ് ചേച്ചി പറയുന്നത്. എന്താ തെറ്റ്? കത്തോലിക്ക തിരുസഭയിലെ ടോപ്പ് നമ്പർ 1 ഒരു വുമണാണ്. കത്തോലിക്ക തിരുസഭയിലെ ഒന്നാമത്തെ ആള്, ദൈവം കഴിഞ്ഞാൽ ഒന്നാമത്തെ ആള് ഒരു സ്ത്രീയാണ്. പരിശുദ്ധ കന്യകാ മറിയം അമ്മയാണ്. നിങ്ങൾക്ക് തെറ്റി. വി റെസ്പെക്ട് വിമൻ മോർ ദാൻ യു ഡു. അപ്പോൾ അത്രയും, ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? അത്രയും കത്തോലിക്ക തിരുസഭ ഈ കന്യകാമാതാവിനെ, അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകൾ, കത്തോലിക്ക സഭയിൽ നിന്ന് എടുത്തു പറയാം, അപ്പസ്തോലിക സഭകൾ ഈ പരിശുദ്ധ കന്യകാമാതാവിനെ, അത് ഞാൻ പറയാൻ കാരണം ഓർത്തഡോക്സ് സഭകളിലൊക്കെ അഗാധമായ മരിയ ഭക്തിയുണ്ട്, മനോഹരമായ മരിയൻ പ്രാർത്ഥനകളുണ്ട് ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കത്തോലിക്ക തിരുസഭയിൽ നിന്ന് മാത്രമല്ല, അപ്പസ്തോലിക സഭകൾ പരിശുദ്ധ കന്യകാമാതാവിനെ പ്രകീർത്തിച്ചിട്ടുള്ളതുപോലെ ലോകത്താരും പ്രകീർത്തിച്ചിട്ടില്ല. അത്രയും പ്രകീർത്തിക്കപ്പെട്ടിട്ടും വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയാണ്, ആയിട്ടില്ല, അവൾ വേണ്ടതുപോലെ പ്രശംസിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മുടെ പരാതി എന്താണ്? മറിയത്തെ നമ്മൾ ഒരുപാട് അങ്ങ് ബഹുമാനിച്ചു എന്നാണ് നമ്മുടെ പരാതി. ബഹുമാനിച്ചിട്ടില്ല. അവളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആരും അത്ര കണ്ട് അങ്ങോട്ട് ബഹുമാനിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അതിൻ്റെ 11ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, എല്ലാറ്റിലും ഉപരിയായി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്കും പറയാം, രാജകുമാരി അങ്ങയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. സങ്കീർത്തനം 44:14 വചനം കൂട്ടി ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. സങ്കീർത്തനം 44:14 കൂട്ടി ചെയ്തിട്ട് പറയാണ്, രാജകുമാരി അങ്ങയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അതുകൊണ്ട് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കറതേറുന്ന സൗന്ദര്യവും മഹത്വവും ഔന്നത്യവുമാണ് പരിശുദ്ധ കന്യകാമാതാവ്. നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുത്രനെ മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ അവൾ ദൈവത്തിന് അനുഗുണയായ അമ്മയാണ്. ഇവിടെ എല്ലാ നാവുകളും നിശബ്ദമാവട്ടെ. അതായത് ഈശോ പറഞ്ഞില്ലേ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. മറിയം മരമാണ്, യേശു ഫലമാണ്. മറിയത്തെ നിന്ദിക്കുന്ന എല്ലാ ആളുകളും, പരിശുദ്ധ കന്യകാമാതാവിനെ നിന്ദിക്കുന്ന എല്ലാവരും ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചേ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. കർത്താവ് ഈശോ മിശിഹ, ദൈവപുത്രനായ ഈശോ മിശിഹ കറ കളഞ്ഞ, പാപമില്ലാത്ത, പാപമൊഴികെ മറ്റെല്ലാറ്റിലും നമ്മളോട് സമരസപ്പെട്ട,
പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, കറയോ ചുളിവോ ഇല്ലാത്ത ആ യേശു വന്ന് പിറന്ന ഈ മരം അതിപരിശുദ്ധമല്ലേ? ഈ വൃക്ഷം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. അതാണ് ഇവിടെ പറയുന്നത്, അവൾ ദൈവത്തിന് അനുഗുണയായ അമ്മയാണ്. ഇവിടെ എല്ലാ നാവുകളും നിശബ്ദമാവട്ടെ എന്നൊരു വിശുദ്ധൻ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, നല്ലൊരു വാചകം കേട്ടെ. പരിശുദ്ധ മറിയം ഈ കാലഘട്ടം വരെ അജ്ഞാതയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ എഴുതിയവയെ പറ്റി എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷാനുഭൂതി ഞാൻ അനുഭവിക്കുകയായിരുന്നു. നമ്മളത് വായിച്ചപ്പോൾ നമുക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടായെന്ന് എനിക്കറിയില്ല, എനിക്ക് ഉണ്ടായിരുന്നു. അത് വായിക്കുമ്പോൾ, ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കേൾക്കുന്നതിനേക്കാളും വായിക്കുന്നതിനേക്കാളും വലിയ അഗാധമായ ഒരു സ്നേഹം, ഒരു പ്രത്യേക സന്തോഷാനുഭൂതി ഞാൻ പിന്നിടുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയാണ്, യേശു അറിയപ്പെടേണ്ട വിധത്തിൽ അറിയപ്പെടാത്തതിനുള്ള ഒരു പ്രധാന കാരണം ഞാൻ പറയാം. യേശു, അത് സുവിശേഷകർക്ക് നല്ലൊരു മെസ്സേജാണ് കേട്ടോ. സുവിശേഷകരെല്ലാം ഇതറിയണം, സുവിശേഷ വേല ചെയ്യുന്നവരെല്ലാം അറിയണം. എന്താണ്? യേശു വേണ്ട വിധത്തിൽ അറിയപ്പെടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ പറയാം. യേശുവിനെ ആദ്യമായി ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ രണ്ടാം വരവിന് ലോകത്തെ ഒരുക്കുകയും ചെയ്യേണ്ട പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചാലേ യേശുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കൂ. അദ്ദേഹം പറയുകയാണ്. അപ്പോൾ മരിയ ഭക്തി വർദ്ധിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ വ്യാപനം നടക്കും, ദൈവരാജ്യത്തിൻ്റെ വ്യാപനം വിസ്തൃതമാവും, സുവിശേഷത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാകും. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ സുവിശേഷം വ്യാപിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് ലോകത്തിന് ലഭിക്കുന്നതിന്, വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്, ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് ഈ ലോകത്തിന് ലഭിക്കുന്നതിന് പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചൊല്ലി പറയാവോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇത് അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും ഞാൻ പറഞ്ഞത്. കാര്യത്തിലൂടെ അദ്ദേഹം കടന്നിട്ടില്ല. അദ്ദേഹം ഇനി ഈ വിഷയം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മഹത്വം അദ്ദേഹം വിവരിക്കാൻ പോവാണ്. വിവരിക്കുമ്പോൾ അദ്ദേഹം ഈ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പരിശുദ്ധ കന്യകയുടെ ആവശ്യകത. എന്തിനാണ് പരിശുദ്ധ കന്യക നമ്മൾ ആശ്രയിക്കേണ്ടത്? അവരോടുള്ള ഭക്തിയുടെ ആവശ്യകത, അതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു തെറ്റിദ്ധാരണ തിരുത്തണം. എന്താണ്? നമ്മൾ ഈ മാതാവിനെക്കുറിച്ച് ഇത്രയും അവദാനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തിരുസഭയോട് ചേർന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, അങ്ങനെയാണ് ആ പുസ്തകം തുടങ്ങുന്നത്. ഇതിൻ്റെ അധ്യായം 1 ചാപ്റ്റർ 1 തുടങ്ങുന്നത് പരിശുദ്ധ തിരുസഭയോട് ചേർന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എന്താണ് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്നത്? പറയാമോ? ഊഹിക്കാവോ? എന്താണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത്രയേ ഉള്ളൂ, ആരാധന ദൈവത്തിന് മാത്രം. പരിശുദ്ധ അമ്മയെ ഇത്രയും ബഹുമാനിച്ച് ഈ വിശുദ്ധം പറയുകയാണ്, പരിശുദ്ധ സഭയോട് ചേർന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, സർവശക്തന്റെ കരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഒരു സൃഷ്ടിയായിരിക്കെ അവിടുത്തെ അതിരില്ലാത്ത മഹത്വത്തിന് മുമ്പിൽ അവൾ ഒരു പരമാണുവിനേക്കാൾ നിസാരയാണ്, അഥവാ ഒന്നും തന്നെയല്ല. കണ്ടോ? വിശുദ്ധര് തങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കുന്നുണ്ടോ? വിശുദ്ധര് തങ്ങളുടെ പൊസിഷൻ ക്ലിയർ ആക്കുന്നുണ്ടോ? തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, മനുഷ്യർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർ തെറ്റിച്ച് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ തുലനം ചെയ്യുമ്പോൾ, പരമപരിശുദ്ധിയോട് തുലനം ചെയ്യുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന് ലഭിച്ചിരിക്കുന്ന മഹത്വം ഒരു പരമാണുവിനുള്ളതിനേക്കാൾ നിസാരമാണ്, അഥവാ അവൾ ഒന്നും തന്നെയല്ല. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മാത്രമാണ് ഞാൻ ആകുന്നവൻ, അവിടുന്ന് മാത്രമാണ് ദൈവം. ആകയാൽ അത്യുന്നതനും എപ്പോഴും സ്വതന്ത്രനും തന്നിൽ തന്നെ ആയിരിക്കുന്നവനുമായ അവിടുത്തേക്ക് തൻ്റെ തിരുഗത നിർവഹിക്കാനും മഹത്വം പ്രകടിപ്പിക്കാനും പരിശുദ്ധ കന്യക കൂടിയേ തീരൂ എന്നില്ല. മനസ്സിലായോ? അതായത് ദൈവത്തിന് ദൈവമഹത്വം ലോകത്തെ വെളിപ്പെടുത്തുന്നതിന് പരിശുദ്ധ കന്യക വേണമെന്നില്ല. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്. മനസ്സിലായോ? ആമുഖത്തിൽ തന്നെ പറയുകയാണ്. എന്നാൽ
ദൈവത്തിന് പരിശുദ്ധ അമ്മയെ കൂടാതെ തന്നെ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താം. എന്നാൽ അവിടുത്തെ ഏറ്റവും മഹത്തായ പ്രവൃത്തി ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും മറിയത്തിൻ്റെ സഹായം വേണമെന്ന് അവിടുന്ന് തീരുമാനിച്ചു. മനസ്സിലായോ? എന്ത് കൃത്യമായിട്ടാണ് പറയുന്നത്, മനസ്സിലാവുന്നില്ലേ? അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് തുലനം ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മഹത്വം പരിശുദ്ധ അമ്മയുടെ മഹത്വം ഒരു പരമാണുവിനേക്കാൾ നിസ്സാരമാണ്. അവളൊന്നുമല്ല. ദൈവത്തിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പരിശുദ്ധ കന്യക വേണമെന്നില്ല. എന്നാൽ ആ ദൈവം തൻ്റെ ഏറ്റവും മഹത്തായ പ്രവൃത്തി, ഏതാണ് ഏറ്റവും മഹത്തായ പ്രവൃത്തി? മനുഷ്യാവതാരം, യേശുവിനെ അയച്ചത്. ഏറ്റവും മഹത്തായ പ്രവൃത്തി ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൻ്റെ ഒന്നാം വരവിനും യേശുവിൻ്റെ രണ്ടാം വരവിനും പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം വേണമെന്ന് അവളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചതിനാൽ നമുക്ക് അമ്മയുടെ വില മനസ്സിലാവും. മനസ്സിലായോ? ആവശ്യമില്ല, പക്ഷേ ദൈവം അങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് നമുക്കിനി വേറെ വാഗ്വാദങ്ങൾക്കൊന്നും വകുപ്പില്ല. ഇനി എങ്ങനെയാണ് ദൈവം അമ്മയെ ഉപയോഗിച്ചത് ഈ രക്ഷാകര കർമ്മത്തിൽ? മറിയത്തിലൂടെ മാത്രമാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിന് നൽകിയത്. ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഒന്നുകൂടെ ആവർത്തിക്കാൻ ശ്രദ്ധിക്കണം. ഈ നിധി സ്വീകരിക്കാൻ വേണ്ടി, ഏത് നിധി? യേശുവാകുന്ന നിധി, പുത്രനാകുന്ന നിധി സ്വീകരിക്കാൻ വേണ്ടി 400 നീണ്ട വർഷങ്ങൾ പൂർവ്വപിതാക്കന്മാർ നെടുവീർപ്പുകളോടെ കാത്തിരിക്കുകയും പ്രവാചകരും പഴയ നിയമത്തിലെ വിശുദ്ധാത്മാക്കളും നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു. 4000 വർഷങ്ങൾ. 4000 വർഷങ്ങൾ പഴയ നിയമ ജനത ഈ മിശിഹായെ സ്വീകരിക്കാൻ ആഗ്രഹത്തോടെ കാത്തിരുന്നു. നിക്കോസ് കസാൻതസാക്കിസ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം എഴുതിയിട്ടുണ്ട്, യഹൂദ മതത്തിലെ ഓരോ പെൺകുട്ടിയും പ്രായപൂർത്തിയാകുമ്പോൾ മുതൽ പ്രാർത്ഥിക്കും, മിശിഹ എൻ്റെ ഉദരത്തിൽ വന്ന് പിറക്കണമേ. മിശിഹ എൻ്റെ ഉദരം. അത് ഞാൻ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഒരു കമൻ്ററിയിൽ ഇങ്ങനെയാണ് വായിച്ചത്. അതായത് ഒരു യഹൂദ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പുറത്തേക്ക് ഓടി ചെന്നിട്ട് ദാവീദ് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമായിരുന്നു. എന്തിനാ പറയുന്നേ? ദാവീദിന്റെ പുത്രനായ മെശിഹ ചിലപ്പോൾ ഇതാവാം എന്ന പ്രതീക്ഷയിൽ പറയും. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി പെൺകുട്ടികൾ, കുടുംബങ്ങൾ ആഗ്രഹത്തോടെ കാത്തിരുന്നു, മെശിഹ ഞങ്ങളുടെ കുടുംബത്തിൽ പിറക്കണം, ഞങ്ങളുടെ ഉദരത്തിൽ പിറക്കണമേ. പ്രവാചകരും പഴയ നിയമത്തിലെ വിശുദ്ധാത്മാക്കൾ അതിനുവേണ്ടി നിരവധി പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു. പക്ഷേ പരിശുദ്ധ മറിയം മാത്രമേ അതിന് അർഹയായി മാറിയുള്ളൂ. ദൈവം എങ്ങനെയാണ് അമ്മയെ ഉപയോഗിച്ചെന്ന് പറയുകയാണ്. ദൈവത്തിന് മുമ്പിൽ കൃപ പൂർണ്ണയായുള്ളൂ, കൃപ നിറഞ്ഞവളായുള്ളൂ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ഈ പരിശുദ്ധ അമ്മയെ കൂടാതെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ദൈവപുത്രനെ സ്വീകരിക്കാൻ ലോകത്തിന് അർഹതയില്ലായിരുന്നു, ലോകത്തിന് പറ്റില്ലായിരുന്നു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിതാവായ ദൈവത്തിന് പുത്രനെ ലോകത്തിലേക്ക് കൊടുക്കണം, അതിന് ഒരു വഴി വേണം. ആ വഴി പരിശുദ്ധ അമ്മയാണ്. ഈ വഴിയിലൂടെ അല്ലാതെ യേശുവിനെ സ്വീകരിക്കാൻ ലോകം അർഹതയില്ലാത്തതാണ്. അവിടുന്ന് സ്വന്തം പുത്രനെ മറിയത്തിന് കൊടുത്തു, മറിയം അവനെ ലോകത്തിന് കൊടുത്തു. കണ്ടോ, ഒരു ചാനല്, ഈശോയെ ലോകത്തിലേക്ക് വരാൻ അവളൊരു ചാനലായിട്ട് മാറി, അവളുടെ ഉദരം ഒരു വഴിയായിട്ട് മാറി. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രൻ മനുഷ്യനായി മറിയത്തിലൂടെയും മറിയം വഴിയുമാണിത് സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ അവളെ രൂപപ്പെടുത്തി. എന്നാൽ തൻ്റെ സൈന്യാധിപനായ ഒരുവൻ വഴി അവളുടെ സമ്മതം വാങ്ങിയിട്ടാണ്, അല്ലേ? പുത്രൻ ജനിക്കാൻ പോവാണ്. എന്തു പറയുന്നു? ഇതാ കർത്താവിൻ്റെ ദാസി. സമ്മതം വാങ്ങിച്ചിട്ടാണ്. നമ്മളിവിടെ കാണേണ്ടതെന്നറിയോ? അതായത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, അത്ര ഭയങ്കരമായ തേജസ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഗബ്രിയേൽ വന്ന്
ബഹുമാനത്തോടെ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ. സ്വർഗം അത്രയും വിലമതിച്ചിട്ടാണത്, ദൈവം അത്രയും വിലമതിച്ചിട്ടാണത്. തൻ്റെ സൈന്യ വ്യൂഹങ്ങളിൽ പ്രധാനിയായ ഒരുവൻ വഴി അവളുടെ സമ്മതം വാങ്ങിയതിന് ശേഷം എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പിതാവായ ദൈവം ഒരു സൃഷ്ടിക്കും സ്വീകരിക്കാവുന്നതിനപ്പുറം ഫലസമൃദ്ധി അവളിൽ നിക്ഷേപിച്ചു. എന്തെന്നാൽ തൻ്റെ തിരുപുത്രനെയും അവിടുത്തെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും രൂപപ്പെടുത്താൻ വേണ്ട ശക്തി അവൾക്ക് നൽകാൻ വേണ്ടിയായിരുന്നു അത്. മനുഷ്യനായി തീർന്ന ദൈവം മറിയത്തിൻ്റെ ഉദരത്തിൽ സ്വയം ബന്ധിതനാകുന്നതിൽ സ്വാതന്ത്ര്യം കണ്ടെത്തി. ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളിൽ നിന്നും തൻ്റെ പ്രതാപം മറച്ചുവെച്ച് അത് മറിയത്തിന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തു. അതായത് സർവശക്തനായ ദൈവം ഈ അമ്മയെ അനുസരിച്ച്, ആ അമ്മയുടെ പാല് കുടിച്ച്, ആ അമ്മയെ അനുസരിച്ച്, അമ്മ പറഞ്ഞപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത്, അമ്മ വഴക്ക് പറയുമ്പോൾ കേട്ട്, ആ അമ്മ പറയുന്ന വഴിക്കൊക്കെ നടന്ന് അങ്ങനെ ജീവിച്ചു. അതായത് ദൈവം അനുസരണയുള്ളൊരു കുഞ്ഞായി അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ ആദ്യം മുതലേ നിന്നോ ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരു അനുസരണയുള്ള കുഞ്ഞായി ഈ അമ്മയ്ക്ക് വിധേയനായി ജീവിച്ചു. അപ്പോൾ ആ അമ്മ എത്ര വലിയ ആളാ! തൻ്റെ ഉത്ഭവത്തിലും ജനനത്തിലും ദേവാലയത്തിലെ സമർപ്പണത്തിലും 30 വർഷത്തെ രഹസ്യ ജീവിതത്തിലും കന്യകാംബികയെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ട് അവിടുന്ന് അവളുടെ പ്രതാപത്തെ വെളിപ്പെടുത്തി. യേശുവിൻ്റെ മരണവേളയിൽ അമ്മ സന്നിഹിതയായി അവിടുത്തോടുകൂടി ആ ബലിയിൽ പങ്കുചേർന്നു. നിത്യപിതാവിന് അവളും പുത്രനോടുകൂടെ ഒരേ ബലി അർപ്പിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ അവദാനങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസം ശക്തമായ വെളിപ്പെടുത്തലുകൾ കർത്താവ് നമുക്ക് തരികയാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി വായിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാം. ശ്രദ്ധയോടെ നമുക്ക് ഈ വായിക്കുന്നത് കേൾക്കാം. നമ്മുടെ കർത്താവിൻ്റെ തുടർന്നുള്ള ജീവിതം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മറിയം വഴി വേണം തൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ തിരുമനസ്സെന്ന് മനസ്സിലാകും. അവിടുന്ന് യോഹന്നാനെ തൻ്റെ അമ്മയായ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് വിശുദ്ധീകരിച്ചു. പക്ഷെ അത് സംഭവിച്ചത് മറിയത്തിൻ്റെ മധുരമൊഴികൾ വഴിയാണ്. അവൾ സംസാരിച്ച് തീരും മുമ്പേ യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെട്ടു. ഇതായിരുന്നു അവിടുത്തെ കൃപയുടെ തലത്തിലെ ആദ്യ അത്ഭുതം. അതായത് ഈ യോഹന്നാൻ ഉദരത്തിൽ കിടന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് പരിശുദ്ധ അമ്മ അഭിവാദനം പറയുമ്പോഴാണ്. അതായത് അമ്മ ഒരു വാക്ക് പറയുമ്പോൾ യോഹന്നാൻ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും പ്രതിഷ്ഠയെല്ലാം നമ്മളെ വിശുദ്ധീകരിക്കും എന്ന് പറയുന്നത്. കാനായിലെ കല്യാണത്തിൽ അവിടുന്ന് വെള്ളം വീഞ്ഞാക്കി. അതിൻ്റെ കാരണം മറിയത്തിൻ്റെ വിനീതമായ പ്രാർത്ഥന മാത്രമാണ്. പ്രകൃതിയുടെ തലത്തിലെ ആദ്യ അത്ഭുതമാണിത്. അവിടുന്ന് മറിയം വഴി അത്ഭുതങ്ങൾ ആരംഭിച്ചു. മറിയം വഴി അത് തുടരുന്നു. കാലത്തിൻ്റെ അവസാനം വരെ മറിയം വഴി അത് തുടരുക തന്നെ ചെയ്യും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അതായത് ദൈവം മനഞ്ഞുണ്ടാക്കിയ ആ മാസ്റ്റർ പീസ്, ആ ഏറ്റവും നല്ല സൃഷ്ടി, ആ പരിശുദ്ധ കന്യകാ മാതാവ്, ആ മാതാവിനെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയാതിരിക്കാനും ആ അമ്മ നമ്മിൽ നിന്നൊരിക്കലും വേർപെട്ടു പോകാതിരിക്കാനും ഒരാത്മാവ് എത്രമാത്രം അതിനോട് ആഴത്തിൽ അഗാധമായി ബന്ധപ്പെടാനും നമുക്ക് ഈ സമയത്ത് ആഗ്രഹിക്കാം. കണ്ണുകളടച്ച് അമ്മയുടെ അവദാനങ്ങൾ പാടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ചേർന്ന് പാടാം. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക
പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ കേഴും നമ്മേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. എല്ലാവരും ചേർന്ന് പാടിക്കേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് ധ്യാനിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പകൽ സമയത്ത് പല വിധത്തിൽ നമ്മൾ പ്രാർത്ഥനകളെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന ക്രമം അനുസരിച്ച് നമ്മൾ ഈ പ്രാർത്ഥനകൾ നയിക്കേണ്ടത് നമ്മൾ നേരത്തെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറന്നു പോകാതിരിക്കാനും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാനും ഞാനത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓരോ ദിവസവും ധ്യാനിക്കുമ്പോഴും അത് വൈകുന്നേരങ്ങളിലാണ് ധ്യാനിക്കുന്നത്. പകൽ സമയത്ത് നമ്മുടെ ഈ ഓരോ ദിവസവും പകൽ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ആ ദിവസത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് വചനം വായിക്കണം. പകൽ സമയത്ത് അല്പസമയം വചനം വായിക്കാനും ധ്യാനിക്കാനും സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വചനം പകർത്തി എഴുതുകയോ കാണാതെ പഠിക്കുകയോ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ഭക്ത അഭ്യാസമായി ചെയ്യണം. പിന്നെ പരിത്യാഗവും പ്രായശ്ചിത്തവും ഉപവാസവും ഒക്കെ എടുക്കാൻ കൃപ കിട്ടുന്നവർ അങ്ങനെ ചെയ്യണം, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. പിന്നെ ആ കൂട്ടത്തിൽ വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ടൊരു വഴിയാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിനോട് ഈ വിമലഹൃദയ പ്രതിഷ്ഠ നന്നായി ചെയ്യാനുള്ള കൃപാവരത്തിന് വേണ്ടി ആഴത്തിൽ അഗാധമായി നിരന്തരമായി പ്രാർത്ഥിക്കണം. പിന്നീട് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകൾ നടത്തണം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ ചൊല്ലണം. അത് സാധിക്കുന്ന ദിവസങ്ങളിൽ ചൊല്ലണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടുള്ള മറ്റേതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലണം. പരിശുദ്ധാത്മാവിനോടുള്ള ഗീതങ്ങൾ ആലപിക്കണം. പിന്നെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന നടത്തണം. അതിശക്തമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ശക്തിയുള്ള പ്രാർത്ഥനയാണ് ജപമാല. എത്രയും തെള്ളു മാതാവ് എന്ന പ്രാർത്ഥന, സ്വർഗരാജ്ഞി എന്നുള്ള പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, അതുപോലെ സമുദ്രതാരമേ എന്ന പ്രാർത്ഥന. പിന്നെ വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജീവൻ്റെ കിരീടം എന്ന് പറയുന്ന, മറിയത്തിൻ്റെ കിരീടം എന്ന് പറയുന്ന പ്രാർത്ഥന. അതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഏതാണോ അറിയാവുന്നത്, ഏതാണോ ചൊല്ലാൻ പറ്റുന്നത് അത് നമ്മൾ ചൊല്ലി പകൽ സമയത്ത് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ ഏതെങ്കിലും വിശുദ്ധൻ്റെ ജീവചരിത്രം വായിക്കണം. ഇതൊക്കെ മണിക്കൂറുകളിരുന്ന് വായിക്കുക എന്നുള്ളതല്ല. പകൽ ഒരുപാട് തിരക്കും ജോലിയൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതിനിടയ്ക്ക് അല്പസമയം ഓരോന്നിനും കണ്ടെത്തണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാതെ പല സമയത്തായിട്ട് പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ വിശുദ്ധ ലൂയി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്നൊരു കാര്യമാണ് സൽകൃത്യങ്ങൾ ചെയ്യണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം, സൽകൃത്യങ്ങൾ ചെയ്യണം. നന്മയിലേക്ക് തിരിയാൻ ആഗ്രഹിച്ചുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്ത് ഇത് പൂർത്തിയാക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വൈകുന്നേരത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുക മാത്രമല്ല വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ചെയ്യേണ്ടത്, മറിച്ച് പകൽ സമയത്ത് നമ്മൾ ആ ആത്മാവിൽ, ആ ആത്മീയതയിൽ, ആ സ്പിരിറ്റിൽ ആയിരുന്ന് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ കൂടുതൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 21 ദിവസത്തെ ശുശ്രൂഷകൾ ആരാധനയോടെ നമുക്ക് പൂർത്തിയാക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുന്നു. ഇന്നീ ബലിപീഠത്തിൽ അങ്ങ് ഈ അരുളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ പരിശുദ്ധ അമ്മ അങ്ങയെ കൈകളിലെടുത്തുകൊണ്ട്
വിമല ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ട ധ്യാനമൊക്കെ ആ ഒരു അരൂപിയിലേക്കാണ് ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈശോയെ, അമ്മ സ്നേഹത്തോടെ തൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ ചേർത്ത് വച്ചിരിക്കുന്ന അതേ കാഴ്ച, അമ്മ ഏറ്റവും എളിമയോടെ അമ്മയുടെ ഉദരത്തിൽ അങ്ങയെ ഏറ്റെടുത്തിരിക്കുന്ന അതേ അനുഭവം, അതാണ് ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈശോയെ, ഇന്ന് അമ്മയെപ്പോലെ ആകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സവിധത്തിലായിരിക്കുമ്പോൾ അമ്മയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പുണ്യം, എല്ലാ വിശുദ്ധരിലുമുള്ള ഏറ്റവും വലിയ പുണ്യം, എളിമ എന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമയാണല്ലോ പിശാചിന് ഒട്ടും ഇഷ്ടമല്ലാത്ത, പിശാച് പകച്ചു പോകുന്ന, പിശാച് ഓടിപ്പോകുന്ന പുണ്യം എളിമയാണല്ലോ. ഒരുപക്ഷെ മറ്റെന്തിനോടും പിശാച് താതാത്മ്യപ്പെട്ടെന്ന് വരും. പിശാചിനൊരിക്കലും സഹിക്കാൻ പറ്റാത്തത് എളിമയാണല്ലോ. പരിശുദ്ധ അമ്മയെ പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എളിമ കാരണമാണല്ലോ. അമ്മയിലുള്ള എളിമ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ അങ്ങേക്ക് പൂർണ്ണമായി പരമേൽപ്പിച്ച ആ എളിമ, ഈശോയെ, അങ്ങയുടെ ജീവിതകാലത്ത് ഒരിക്കലും ആരുടെ മുമ്പിലും ഒന്നും അവകാശപ്പെടാതെ, ആരുടെ മുമ്പിലും മേന്മ നടിക്കാതെ, എല്ലാവരിലും താഴ്ന്നവളായി, എല്ലാവരാലും അപമാനിക്കപ്പെട്ടവളായി ജീവിച്ച അമ്മയുടെ എളിമ, ആ എളിമ ഞങ്ങൾക്കുണ്ടെങ്കിൽ പിശാചിനെ പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന് ദൂരത്തകറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അമ്മയുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഞങ്ങൾ വലിയ വലിയ കഴിവുകളൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എളിമയില്ലാതെ ആകുമ്പോഴാണല്ലോ. എളിമയുള്ളിടത്താണല്ലോ ദൈവം വസിക്കുന്നത്. എളിമയിലാണല്ലോ ദൈവം ഇറങ്ങി വരുന്നത്. അമ്മയിൽ എന്ന പോലെ അമ്മയുടെ ഉദരത്തിലേക്ക് ഈശോയെ അങ്ങ് എഴുന്നള്ളി വന്നത് എളിമ കണ്ടുകൊണ്ടാണല്ലോ. ആ എളിമയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തോളം ഉയരണമെങ്കിൽ അത്രത്തോളം താഴ്മ, എളിമ ഉണ്ടാകണമെന്നാണല്ലോ അങ്ങ് ഞങ്ങളെ എപ്പോഴും പഠിപ്പിക്കുന്നത്. ഈശോയെ, ഇന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ എളിമ ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഹൃദയത്തിൽ നിറയെ എളിമയായിരുന്നു. ആരോടും പകയില്ലാത്ത, ആരെയും അകറ്റി നിർത്താത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി കാണുന്ന, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്ന ആ എളിമ, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന പുണ്യം അതുതന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സമൂഹത്തിൽ മറ്റുള്ളവർ ഞങ്ങളെ വിലയിരുത്തുന്നത്, ഞങ്ങൾക്ക് വില നൽകുന്നത് ഞങ്ങളുടെ എളിമ കാരണമായിരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്തെല്ലാം നേടിയാലും, ഞങ്ങൾക്ക് എന്തെല്ലാം അഭിമാനിക്കാനുണ്ടായാലും, ഞങ്ങൾ എത്രമാത്രം പുണ്യങ്ങൾ പറഞ്ഞാലും എളിമപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അമ്മയാകാൻ, പരിശുദ്ധ അമ്മയാകാൻ സാധിക്കില്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, എളിമ നൽകണമേ, എളിമയുള്ള ഒരു ഹൃദയം നൽകണമേ, എളിമയുള്ള ഒരു ജീവിതം നൽകണമേ. എളിമയുടെ സൽഫലങ്ങൾ ജീവിതത്തിൽ ഉളവാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, എളിമയ്ക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. എളിമയുള്ളവരായി തീരുവാൻ
എത്ര അപമാനങ്ങളും ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. എളിമപ്പെടാൻ വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കുവാനും ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ. എളിമയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധമായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ എളിമപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, അമ്മയുടെ എളിമയിൽ ഇറങ്ങി ആവസിച്ച പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം പ്രത്യേകമായി ആഗ്രഹിച്ച് നമുക്കിപ്പോൾ പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. ആത്മീയ ജീവൻ നിറയ്ക്കണമേ. ആത്മാവിനാലെ നയിച്ചിടണേ. ആത്മീയ ജീവൻ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. എളിമയുടെ ദാനം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴിയായി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്നു വസിക്കണമേ. എന്നെ നയിക്കണമേ.
എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹാഗ്നിയാൽ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ അവരെ ജ്വലിപ്പിക്കണമേ. അവയെ ജ്വലിപ്പിക്കണമേ. സർവേശ്വര സർവേശ്വര അങ്ങയുടെ അരൂപിയെ അങ്ങയുടെ അരൂപിയെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ മേൽ അയക്കണമേ. അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും. ഭൂമുഖം പുതുതാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ വെളിവാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ച സർവേശ്വര ഈ അരൂപിയുടെ സഹായത്താൽ നല്ലത് ഗ്രഹിക്കുവാനും അവിടുത്തെ ആശ്വാസത്തിൽ നിത്യമാനന്ദിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എപ്പോഴും നമുക്ക് മധ്യസ്ഥയായിരിക്കുന്നത് പുണ്യങ്ങളിലാണ്. അമ്മയെപ്പോലെ ആയിത്തീരാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അമ്മ നമ്മെ ചേർത്ത് വെക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ധന്യേ മാതാവേ നിന്നോടുള്ളൻപാ പാപത്തിൻ ഭാരം നാഥൻ നീക്കട്ടെ. ന്യായത്തീർപ്പിങ്കൽ പായിക്കാതമ്മേ പ്രാർത്ഥിക്കേണം നീ നിൻ പുത്രൻ മുമ്പിൽ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. നിന്യാജീപ്പെന്നും ഞങ്ങൾക്കാലംബം സീരായി ശൈലത്തിൽ മൂശാദർശിച്ച മുൾക്കൂട്ടം ധന്യേ നിൻ ചിത്രം തന്നെ. മാതാവേ മുള്ള കണ്ടായി നിന്ദേഹം തീരീണ്ടാത്തോരാ പാത്രം കന്യത്വം. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. അന്തർഭാഗാഗ്നി ഗർഭസ്ഥൻ ദൈവം വാഴ്വിന്നാകട്ടെ മാതാവിന്നോർമ്മ മാധ്യസ്ഥം നമ്മൾ എന്നാളും കോട്ട. തന്നിൽ നിന്നല്ലോ സ്ലീഹന്മാർ നാഥൻ ലോകം രക്ഷിപ്പാൻ സംജാതം ചെയ്തു.
തന്നെ സത്യം വിശ്വത്തെ വീണ്ടോ താൻ തന്നെ സത്യം വിശ്വത്തെ വീണ്ടോ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഒരിക്കൽ കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലുക. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് അമ്മയുടെ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവിന്റെ അമൂല്യ രക്തമേ, ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. എളിമയെന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ എളിമയുടെ ഏറ്റവും വലിയ അവതാരമായ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
രംഗത്തെ ചരിത്രം തിരുത്തി കുറിച്ച വാർത്താ ചാനൽ. പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കേന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കേന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekena@gmail.com. Support Shekena.